ഈ ഡൽഹിയിൽ ഒടുക്കത്തെ ചൂട് കാരണം മനസ്സമാധാനമായിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റാത്തവൻ്റെ ഒരു വിഷമം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് സത്യമാണ് കേട്ടോ. കാരണം ചിലപ്പോൾ 45-47 അവിടെ ചൂട്. അപ്പം തീരുമാനിച്ചാണ്, ഇന്നലെ രാത്രി തന്നെ തീരുമാനിച്ചു ഒരു AC എന്തായാലും എവിടെ നിന്നെങ്കിലും റെൻറ്റിന് എടുക്കണം. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നലെ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ പല്ലൊന്നും തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ പണ്ടേ ചെറുപ്പത്തിൽ ശീലിച്ച ശീലമാണല്ലോ രാവിലെ വേണ്ടിയിട്ട് പല്ല് തേക്കൽ. അതുകൊണ്ട് പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് തേച്ചതേ ഉള്ളൂ. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ തന്നെയാണ് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയത്. ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഗോതമ്പൊക്കെ ഉണ്ടാക്കി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്ത്യയുടെ ബോർഡും ഇതിലും ബെറ്ററായിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഉള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളങ്ങനെ ഇതേ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയാൽ കിട്ടിയ വണ്ടി എടുത്ത് വെയിലത്തേക്ക് അങ്ങ് ഇറങ്ങി. നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ച് വേണമല്ലോ നമ്മൾ AC റെൻറ്റിന് തപ്പാൻ. ഗൈസ് അങ്ങനെ കുറേ നേരം കണ്ടുപിടിച്ച് കുറച്ച് അണ്ണന്മാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവരെല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിൻഡോ AC ആണ് പിടിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് വിൻഡോ ഒക്കെ കട്ടൊക്കെ ചെയ്യണം. അപ്പോൾ അതിനെ സെപ്പറേറ്റ് വെൽഡ് ചെയ്യുന്ന ആളെ പിടിക്കണം. അപ്പോൾ അങ്ങനെ വെൽഡ് ചെയ്യുന്ന ആളെ പിടിക്കാനായിട്ട് ഇറങ്ങി ഒരാളെ കിട്ടിയിട്ടുണ്ട്. പുള്ളി കൺവിൻസിങ് ആ ചാർജൊക്കെ പറഞ്ഞ് പുള്ളീനെ പൊക്കിക്കൊണ്ട് പോകുക. ഭയങ്കര വെയിലാണ്. വെയിലെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കണ്ണ് പൊട്ടിപ്പോകുന്നത് വെയിലാണ്. വെയിലത്തൊക്കെ നോക്കാൻ പോലും പറ്റത്തില്ല. എന്തായാലും ആശാനോട് എത്തി വെൽഡിങ് പണിയൊക്കെ ഇതേ അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല ലെവലിൽ വിൻഡോസിൻ്റെ ലെവലിൽ പുറകിലിരിക്കുന്ന അതിന് കൂളറാണ് കേട്ടോ. നേരത്തെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് കൂളറാണ്. അപ്പോൾ അതിൻ്റെ പുറകെ ഇരിപ്പുണ്ട്. അതിന് മാറ്റണം അവിടെ നിന്ന്. അപ്പോൾ എന്തായാലും പുള്ളിയുടെ പണിയെടുത്ത് പുള്ളി സ്ഥലം വിട്ടിട്ടുണ്ട്. വെൽഡേട്ടൻ പോയപ്പോഴത്തേക്ക് നമ്മുടെ ആശാരിച്ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ക്യാമറ കണ്ടപ്പോഴത്തേക്ക് പുള്ളി ഭയങ്കര ഭീകരമായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. ഇത്രയൊക്കെ സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഇതേ ഒന്നും അറിയാതെ ഇതേ സമാധാനത്തോടെ ഫോണിൽ നോക്കി നിൽക്കുന്ന നമ്മുടെ ജിതിൻ ചേട്ടനെ കണ്ടോ നിങ്ങൾ? എന്നതാണെങ്കിലും AC ഫ്രെയിമിൻ്റെ പണി ഏകദേശം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ അവർ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമും കൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ആ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ഈ AC ഫ്രെയിം ഉള്ളിൽ കയറ്റണം, അല്ല തള്ളി കയറ്റണം. വീടൊക്കെ നല്ല അടിപൊളിയായിട്ട് കോളാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അണ്ണന്മാർ. ഇനിയിപ്പോൾ നമ്മുടെ പഴയ കൂളർ അങ്ങോട്ട് മാറ്റുകയാണ്. അപ്പോൾ അതിനുള്ള തത്രപ്പാടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്തായാലും കൂളറൊക്കെ അവിടെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. കൂളർ മാറ്റി നമ്മൾ നമ്മുടെ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് AC ഇപ്പം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ടോട്ടൽ ഔട്ട്പുട്ട് കേട്ടോ. ഇതിൻ്റെ പഴയ സെക്കൻഡ് ഹാൻഡ് AC ആണ് പ്രിൻറ്റിൻ്റെ കൂടെയൊക്കെ പോകുന്നത്. അപ്പം വലിയ ക്വാളിറ്റി ഒന്നുമില്ല. സൈഡിലൊക്കെ പുള്ളി സെലക്ടപ്പും കാര്യങ്ങളൊക്കെ ചോട്ടിച്ച് വെച്ചേക്കാണ്. മൊത്തം അഡ്ജസ്റ്റ്മെൻറ്റിലാണ്. പിന്നെ ഇത് പൊട്ടി തെറിക്കത്തില്ല എന്ന ഒരു പ്രതീക്ഷയോടുകൂടി അങ്ങ് വെച്ചിട്ടുണ്ട്.